കൊതിയേറുന്നേ അരികിൽ വരാ. എത്ര പേർക്ക് കൊതിയുണ്ട്? ആ കൊതിയുണ്ടെങ്കിൽ ആ കർത്താവിനോട് പറഞ്ഞേ, എന്തെന്നില്ലാത്തൊരു സമാധാനം ഇന്ന് പകല ഹൃദയത്തിലേക്ക് ദൈവം പകരുകയാ. ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തൊരു സുഖം, ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ഓ കർത്താവ് നിങ്ങളെ വിളിക്കുക. ആ സാന്നിധ്യത്തിലേക്ക് കർത്താവ് നിങ്ങളെ വിളിക്കുക. ആ സാന്നിധ്യത്തിലേക്ക് കർത്താവ് നിങ്ങളെ വിളിക്കുകയാ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി. യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി. യേശു വിളിക്കുന്നു, കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ കാക്കുമൻ വരെ. മേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ കാക്കുമൻ അന്നം വരെ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി. യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി. യേശു വിളിക്കുന്നു. ആരെക്കാളും അധികം നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്ന ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇതാ നിങ്ങളുടെ അടുക്കൽ നിൽപ്പുണ്ട്. ഓ കണ്ണീരെല്ലാം തുടയ്ക്കാൻ, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾക്കും പരിഹാരം ഒരിടത്തേ ഉള്ളൂ. ആ കർത്താവ് നിങ്ങളുടെ അടുക്കലുണ്ട്. ആ കർത്താവ് നിങ്ങളുടെ സമീപത്ത് നിൽക്കുന്നുണ്ട്. കാണാൻ കഴിയുന്നുണ്ട് ആ കർത്താവിനെ. ഹൃദയത്തിന്റെ കണ്ണ് തുറന്ന കർത്താവിനെ ഒന്ന് കണ്ടേ. ഹൃദയത്തിന്റെ കണ്ണ് തുറന്ന കർത്താവിനെ ഒന്ന് കണ്ടേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാവിയേ, ഉമക്ക് ആരാധனை. துணையாளரே உமக்கு ஆராதனை. பரிசுத்தாவியே உமக்கு ஆராதனை. துணையாளரே உமக்கு ஆராதனை. மேகஸ்தம்பமே உமக்கு ஆராதனை. വഴികാട്ടിയേ ഉമക്ക് ആരാധനേ. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ധരിക്കും. ഇന്ന് പകലൊരു അസാധാരണമായ ശക്തി ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുക. ഒരു ശക്തി ദൈവം ആത്മാവിന്റെ പകൽ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുക. ഒരു വലിയ സമാധാനം ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് പകരുകയാണ്. ഒരു വലിയ സമാധാനത്തെ ദൈവാത്മാവ് ഹൃദയത്തിലേക്ക് പകരുകയാണ്. ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചു തുടങ്ങുന്ന ദിവസം കർത്താവിന്റെ ശബ്ദത്തെ കേൾക്കാൻ ഇന്ന് ഹൃദയത്തിനകത്ത് കൊതിയുണ്ടാകട്ടെ. കർത്താവിനോട് പറയാം, കർത്താവ് ഞങ്ങളുടെ ആ ശബ്ദത്തെ കേൾക്കാൻ എനിക്ക് കൊതിയുണ്ട്. ഒരു നിമിഷം കർത്താവിനോടൊന്ന് പറഞ്ഞ്, കർത്താവേ അങ്ങയുടെ ശബ്ദം എനിക്കത് കേൾക്കണം. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്ന മുറിക്കകത്ത് അങ്ങയുടെ ശബ്ദം എനിക്ക് കേൾക്കണം.
ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ അത് ആഗ്രഹിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. എൻ്റെ പേര് വിളിക്കുന്ന, എന്നോട് സംസാരിക്കുന്ന ശബ്ദം എനിക്കൊന്ന് കേൾക്കാൻ കൊതിയുണ്ട്. കൊച്ചുകുട്ടികളോടും കർത്താവിന് സംസാരിക്കാം, പ്രായമുള്ളവരോട് ദൈവത്തിന് സംസാരിക്കാം. ഓ, എനിക്ക് ആ ശബ്ദം കേൾക്കാൻ കൊതിയുണ്ടെന്ന് പറയുന്നവരാരൊക്കെയുണ്ട്? അധരം തുറന്നൊന്ന് പറഞ്ഞ, കർത്താവേ കൊതിയുണ്ട്, കൊതിയുണ്ട്, എനിക്ക് ആ ശബ്ദം ഒന്ന് കേൾക്കണം. അങ്ങയുടെ ആത്മസാന്നിധ്യം എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എനിക്കൊന്ന് അനുഭവിക്കണമെന്ന് പറയാൻ താല്പര്യമുള്ളവർ, നിങ്ങൾ അറിയാത്തൊരു ആത്മസാന്നിധ്യം ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കൂടെ കൂടുക. നിങ്ങളുടെ കൈ തൊടുന്ന സകലത്തിലും ഇന്നും നിങ്ങൾ അനുഗ്രഹമായിരിക്കും. പരാജയത്തെ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. പരാജയത്തിൻ്റെ സ്പിരിറ്റിനെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ നിരാശയുടെ ആത്മാവിനെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്താമോ? വരവേണ്ടും ദേവ ആവിയേ എങ്കൾ മത്തിയിലേ, വരവേണ്ടും ദേവ ആവിയേ എങ്കൾ ഉള്ളത്തിലേ. ഒന്ന് പറഞ്ഞ, യേശുവേ ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് എടുത്ത് വന്നാട്ട് ആ യേശുവിൻ്റെ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ എന്നൊന്ന് പറഞ്ഞ് എന്നെ ശുദ്ധീകരിച്ച് എന്നെ ഒരു പുതിയ മനുഷ്യനാക്കണമെന്നൊന്ന് പറഞ്ഞ് എന്നെ ഒരു പുതിയ വ്യക്തിയാക്കണമെന്ന് പറഞ്ഞ്